ജീവിതവും മനസ്സും സമാന്തരമായി ഒഴുകുന്ന രണ്ട് നദികൾ പോലെയാണ്. അവ രണ്ടും ഒരിക്കലും സംഗമിക്കുന്നില്ല. അവയ്ക്ക് സംഗമിക്കാൻ കഴിയുകയില്ല. മനസ്സ് ഒഴുകുന്നത് പുറകോട്ടാണ്, ജീവിതം മുൻപോട്ടും. അതുകൊണ്ട് മനസ്സിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവർ വിഡ്ഢിത്തമാണ് കാണിക്കുന്നത്. മനസ്സിന്റെ പൂർണ്ണമായ ഇല്ലായ്മയിൽ മാത്രമേ ജീവിതത്തെ അറിയാനാവുകയുള്ളൂ. ധ്യാനത്തിൽ മനസ്സ് വഴിമാറുന്നു. ചിന്തകളില്ലാതെ മൗനമായി, ഒരു വാക്കുപോലും മനസ്സിൽ ഇളകിക്കളിക്കാത്ത വിധത്തിൽ ഗതാഗതം ഒഴിഞ്ഞ അവസ്ഥയിൽ ധ്യാനം പരമമായ ആനന്ദത്തെ പുൽകുന്നു. അപ്പോൾ അകം ശൂന്യം, ശാന്തം, നിശ്ചലം. പൊടുന്നനെ നിങ്ങൾ ജീവിതവുമായി സമരസത്തിലാകുന്നു. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ വിസ്മയാവഹമായ പുതുമ അനുഭവിക്കുന്നു. ബന്ധനവിമുക്തമാക്കുന്ന പുതുമ, ആനന്ദപൂർണമായ പുതുമ. അതാണ് ദൈവികത. അപ്പോൾ നിങ്ങൾ പൂർണ്ണതയോടെ ജീവിക്കുന്നു. ജീവിതം പുതുമയുടെ സാഫല്യമാകുമ്പോൾ അതിനേക്കാൾ വലിയ പരമാനന്ദം വേറെയില്ല. അതിനേക്കാൾ വലിയ പരമശാന്തിയും വേറെയില്ല. ജീവിതം എല്ലായ്പ്പോഴും പുതിയതാണ്, മനസ്സ് എല്ലായ്പ്പോഴും പഴയതും. ജീവിതം ഒരിക്കലും പഴയതാകുന്നില്ല, മനസ്സ് ഒരിക്കലും പുതുതാകുന്നുമില്ല. ഒരു ചിരി നമുക്ക് തരുന്ന ഊർജവും നമ്മുടെ ചിരി മറ്റുള്ളവരിൽ ഉണർത്തുന്ന ഊർജവും, അങ്ങനെ രണ്ടുപേരുടെയും പുഞ്ചിരി സമൂഹത്തിന് നൽകുന്ന മാറ്റവും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചിന്തിച്ചു നോക്കൂ. ചിരിക്കുന്ന അവയവം ഏതാണ്? ചിരിക്കുന്ന അവയവം ഒരിക്കലും ചുണ്ടുകളല്ല, നമ്മുടെ ഹൃദയവും കണ്ണുകളുമാണ്. മറ്റുള്ളവർ ചിരിച്ചാൽ ഞാനും ചിരിക്കാം എന്ന് എല്ലാവരും കരുതുന്നത് കൊണ്ടാണ് ആരും ചിരിക്കാതെ പോവുകയും ചിരി ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നത്. പുഞ്ചിരിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ശരിക്കും നാം മരിച്ചു കഴിഞ്ഞു എന്നാണ് സാരം. നമ്മളിൽ നിന്നും വരുന്ന ചിരി ഒരിക്കലും നമ്മുടെ നേട്ടങ്ങൾ കൊയ്യുവാൻ ആകരുത്. ഒരു ഡോക്ടറുടെ ചിരി, അധ്യാപകന്റെ ചിരി, നിയമപാലകന്റെ ചിരി, രാഷ്ട്രീയക്കാരന്റെ ചിരി, അമ്മയുടെ ചിരി, കുഞ്ഞിന്റെ ചിരി, ഒന്ന് ഓർത്തു നോക്കൂ. ഇവയുടെ സ്വാധീനം നമ്മളിൽ എങ്ങനെയൊക്കെയാണെന്ന്. നാം പുഞ്ചിരികളുടെ ആരാധകരാകുക, അത് പകർന്നു കൊടുക്കുവാൻ പ്രാപ്തരാവുക. ചിരിച്ചുകൊണ്ടുള്ള ഒരു ദിനം ശരിക്കും നമ്മളിലും മറ്റുള്ളവരിലും ഒരു ഉയർന്ന മാറ്റം തന്നെ സൃഷ്ടിക്കുന്നു. ഇത് വെറുതെ കേട്ടുകളയരുതേ. കുറഞ്ഞ പക്ഷം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടെങ്കിലും കേൾക്കുക. എന്നിട്ട് ആ പുഞ്ചിരി മറ്റുള്ളവരിലേക്കും പടർത്തൂ. നാം ദുഃഖം മറന്നുകളയാനും സുഖങ്ങളെ കൂടെ പിടിച്ചു നിർത്താനും ആഗ്രഹിക്കുന്നു. അതിനാൽ വൃദ്ധരാകുന്തോറും നാം കുട്ടിക്കാലത്തെ സന്തോഷങ്ങൾ ഓർത്തെടുക്കുന്നു, ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം എന്ന പോലെ. പക്ഷേ ഒരു കുട്ടി ഒരിക്കലും ഇതുപോലെ പറയുകയില്ല. കുട്ടിക്ക് ഇങ്ങനെ പറയാനാവൂ, എനിക്ക് എങ്ങനെ വളരെ വേഗം വളരാൻ പറ്റും? മുതിർന്നവർക്ക് വളരെ സുഖമുള്ളതായി തോന്നുന്നു. ഒരു കുട്ടിയും ആ അവസ്ഥയിൽ സന്തുഷ്ടനല്ല. പക്ഷേ എല്ലാ പ്രായമായ ആളുകളും പറയുന്നു, എൻ്റെ കുട്ടിക്കാലം വളരെ സന്തോഷപ്രദമായിരുന്നു. കുട്ടികൾ വളരെ വേഗം വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാ കുട്ടികളും വിഷമാവസ്ഥയിലാണ്, കാരണം അവർക്ക് ആയിരക്കണക്കിന് ദുഃഖങ്ങളുണ്ട്. മുതിർന്നവരുടെ ലോകത്ത് ഒരു കുട്ടിയായി തീരുക എന്നത് വളരെ വ്യസനകരമാണ്. മുതിർന്നവർ എല്ലായിടത്തുമുണ്ട്, അവനാകട്ടെ ചെറിയൊരു കുട്ടിയാണ്. മുതിർന്നവർക്ക് എന്തും പറയാം, അവനെ കളിക്കാൻ അനുവദിക്കുന്നുമില്ല. ഒരു ചെറിയ കുട്ടിക്ക് മുതിർന്നവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം വെറും വിഡിത്തമാണെന്നേ തോന്നും. കളിയാണ് അവന് പ്രധാനം. എവിടെയും ശക്തി ചെലുത്തലുകളാണ്, കൽപ്പനകളാണ്. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നിങ്ങനെ. അതിനാൽ തന്നെ കുട്ടി വളരെ വേഗം വളരാൻ ആഗ്രഹിക്കുന്നു. തന്മൂലം അവനും അതേമാതിരി പെരുമാറാമല്ലോ. എന്നിട്ടും എല്ലാ മുതിർന്നവരും പറയുന്നത് അവരുടെ കുട്ടിക്കാലം സന്തോഷപ്രദമായിരുന്നു എന്നാണ്. കുട്ടിക്കാലത്തെ എല്ലാ വേദനകളും അവർ മറന്നുകളഞ്ഞിരിക്കുന്നു. വിവാഹം ഒരു കൂടുമാറ്റമാണ്. ശാരീരികമായി വളർന്നതുകൊണ്ടോ ജോലി സമ്പാദിച്ചതുകൊണ്ടോ ഒരാൾ വിവാഹിതനാവാൻ യോഗ്യത നേടണമെന്നില്ല. നമ്മൾ അണിഞ്ഞിരിക്കുന്ന കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് പുതിയ ഒരു കുപ്പായം ധരിക്കുന്നത് പോലെ നിസാരമായി അതിനെ കാണരുത്. നമ്മൾ വിവാഹിതനാകുന്നതോടെ പുതിയ ഒരു വ്യക്തിയായി മാറുകയാണ്. നമുക്ക് ഒരു പങ്കാളിയെ ലഭിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് മറ്റൊരു ഹൃദയത്തെ ചേർത്ത് വെക്കുകയാണ്. അതോടെ ശരീരവും മനസ്സും ഒന്നാവുകയാണ്. പിന്നീട് പുതിയൊരു ജന്മം രൂപം കൊള്ളുവാൻ നമ്മൾ കാരണക്കാരാവുകയാണ്. എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ആഗ്രഹിച്ച ഒരു പങ്കാളിയായിരിക്കില്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെല്ലാം തികഞ്ഞവർ ആയിരിക്കില്ല. പങ്കാളിയും ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും.
ഏതൊരാളെ പോലെ അവർക്കും അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവകാശമുണ്ട്. ഒരു വിവാഹത്തിന്റെ പേരിൽ അവരുടെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുവാൻ നമ്മൾ കാരണക്കാരാവരുത്. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയോ നമ്മുടെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയോ നമുക്ക് ഭക്ഷണം പാചകം ചെയ്തു തരുവാൻ വേണ്ടിയോ മാത്രം വിവാഹം കഴിക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരിക്കലും അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അവർക്ക് ലഭിച്ചതെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് കരുതി ഒന്നും തട്ടിപ്പറിക്കാൻ ശ്രമിക്കരുത്. വിവാഹം എന്നത് ഒരു സമർപ്പണമാണ്. രണ്ടു ശരീരവും രണ്ടു മനസ്സും ഒന്നായി ഒരു ഹൃദയമായി മാറുകയാണ്. കുറ്റങ്ങളും കുറവുകളും ചികയാതെ നേട്ടങ്ങളെയും കഴിവുകളെയും നോക്കിക്കാണുക. ഹൃദയങ്ങൾ ഒന്നായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കും. അതിനുവേണ്ടി മനസ്സ് പാകപ്പെട്ടു എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രം വിവാഹിതരാവുക. നമ്മൾ ചിരിച്ചുകൊണ്ട് നടന്നാൽ അവൻ അഭിനയിക്കുകയാണെന്ന് പറയും. സഹായം ചെയ്യുകയാണെങ്കിൽ ഇതിലെന്തോ തട്ടിപ്പുണ്ടെന്ന് പറയും. മിണ്ടാതെ നടന്നാൽ അഹങ്കാരമാണെന്ന് പറയും. ഇതൊന്നും നമ്മുടെ കുഴപ്പമല്ല. നമ്മളെ ശ്രദ്ധിക്കാൻ നമുക്ക് ചുറ്റും ജീർണിച്ച് ജീവിക്കുന്ന ചില ആളുകളുടെ കുഴപ്പമാണ് നമ്മളത് കാര്യമാക്കാതിരിക്കുക. നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും തിരഞ്ഞുപിടിച്ച് അവരുടെ തന്നെ കൂട്ടായ്മകളിലും സമൂഹത്തിലെ മറ്റ് വ്യക്തികളിലും എത്രയും പെട്ടെന്ന് വിളമ്പിയില്ലെങ്കിൽ അവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഇതൊരു തരം അസുഖമാണ്. മയക്കുമരുന്നിന്റെയോ മദ്യത്തിന്റെയോ പോലെ ലഹരി ലഭിക്കുകയും വിട്ടുമാറാനാവാത്ത വിധം അടിമപ്പെടുകയും ചെയ്യുന്ന അസുഖം. എന്നാൽ സ്വയമേവ വിചാരിച്ചാൽ ഇതിൽ നിന്ന് മോചനം ലഭിക്കും. പക്ഷേ ഇത്തരക്കാർ അതിന് ശ്രമിക്കില്ല. കുറ്റം പറയുകയും ഇല്ലായ്മ പറഞ്ഞു പരത്തുകയും ചെയ്യുന്നത് ഒരുതരം സന്തോഷമാണ്. അവർക്കിതൊരു ആനന്ദമാണ്. പക്ഷേ അത്തരക്കാരുടെ മനസ്സ് നമ്മൾ കരുതുന്നത് പോലെ സന്തോഷം നിറഞ്ഞതായിരിക്കില്ല. മനപ്രയാസം കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കും അവർ. അവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മാറ്റണം ഈ പ്രവണത. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വീക്ഷിക്കുക. നിങ്ങളിലെ പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മനസ്സുഖത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും, തീർച്ച. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ദൈവത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും തമ്മിൽ തല്ലി പരസ്പരം കൊന്നും കൊലവിളി നടത്തിയും ചിലർ ജീവിതം കളയുന്നു. മറ്റു ചിലർ ഇതിന്റെ പേരിൽ വർഗീയത വളർത്തുന്നു. ബുദ്ധിശൂന്യതയും വിഡ്ഢിത്തവുമാണ് നാം കാണുന്നതും ഈ കേൾക്കുന്നതും. നാളെയുടെ പുതുപിറവിയെടുക്കുന്ന തലമുറ ഇത് കണ്ടാണ് വളരുന്നത് എന്നുള്ളത് ഇവർ മറന്നുപോകുന്നു. ഒരു മനസ്സായി ഈ ലോകത്ത് സുഖമായി ജീവിക്കേണ്ട നാം എന്തിനു വേണ്ടിയാണ് ഈ പ്രഹസനങ്ങൾക്ക് വഴിമാറുന്നത്? എന്തിനു വേണ്ടിയാണ് പുതുതലമുറയെ കൂടി ഈ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്? എന്തും വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ മോഹം തന്നെയാണ് കാരണം. ഒരു നിറമാണ് രക്തത്തിനെങ്കിൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയുക. പിന്നെന്തുകൊണ്ട് ഒരേ മനസ്സായി നമുക്ക് ജീവിച്ചുകൂടാ? ജാതിയും മതവും രാഷ്ട്രീയവും വർഗീയതയും വലിച്ചെറിയൂ. ഒരു മനസ്സായി ജീവിക്കാം നമുക്ക്. നമുക്കിടയിൽ വളർന്നു വരുന്ന നിഷ്കളങ്കരായ കുട്ടികളോട് ജാതിയും മതവുമല്ല സ്നേഹബന്ധമാണ് വലുതെന്നും ദൈവം ഒന്നാണെന്നും ഒന്നാണ് നാം എല്ലാവരെന്നും സധൈര്യം പറഞ്ഞു കൊടുക്കണം നാം. അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാളെ അവരും മനുഷ്യരല്ലാതായിത്തീരും. നമ്മളിൽ നിന്ന് അകലും, പകയ്ക്കും വർഗീയതയ്ക്കും അടിമപ്പെടും. നമ്മളൊന്നാണ്, ഒരൊറ്റ മനസ്സാണ്.